ഓണം ഇങ്ങ് അടുത്തെത്തിയല്ലേ? അപ്പം നമുക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യാൻ പറ്റിയ അഫോർഡബിൾ റേഞ്ചിലുള്ള 2 കേരള സാരീസ് ആണ് ഇന്ന് കാണാൻ പോകുന്നത്. ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ. ഈ ഒരു കോട്ടൺ ടിഷ്യൂ സാരി. ഈ കേരള സാരി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന അതേ ടിഷ്യൂ സാരി. യാതൊരു വർക്കും ഇല്ലാത്ത പ്ലെയിൻ ബോഡിയാണ് സാരിയുടേത്. ഈ ഒരു മുന്താണി ഭാഗത്ത് മാത്രമാണ് ഈ ഒരു വർക്ക് വരുന്നത്. അഫോർഡബിൾ റേഞ്ചിലെ കേരള സാരി നോക്കുന്നവർക്ക് ഇതൊരു പെർഫെക്റ്റ് ഓപ്ഷൻ ആട്ടോ. സോ ലെറ്റ്സ് വെയർ ദിസ്. ഇതാട്ടോ നമ്മുടെ സാരി ലുക്ക്. വർക്ക് ഒന്നുമില്ലാത്ത പ്ലെയിൻ ബോഡി സാരി ആയതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഏത് ബ്ലൗസ് വെച്ചും പെയർ ചെയ്യാട്ടോ. ഞാനൊരു റെഡ് ബ്ലൗസ് വെച്ച് പെയർ ചെയ്ത് ട്രഡീഷണൽ ആക്സസറീസ് വെച്ച് സ്റ്റൈൽ ചെയ്തപ്പോഴേക്കും നമ്മുടെ ആ ഒരു സാരി ലുക്കും കംപ്ലീറ്റ് ആയിട്ടോ. ഇത്രയും കംഫർട്ടബിൾ ആയ സാരി ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടിയത് തന്നെ ആട്ടോ ഇതിന്റെ ഏറ്റവും വലിയ സർപ്രൈസിങ് എലമെന്റ്. ദെൻ ദ സെക്കൻഡ് വൺ. ഇതാണ് ആ ഒരു സാരി. സാധാരണ കേരള സാരിന്ന് വ്യത്യസ്തമായിട്ട് ബോഡി ഫുള്ള് സ്ട്രൈപ്പ് വർക്കും മുന്താണിയിൽ നോർമൽ കസവ് വർക്കും വരുന്ന ഒരു സാരി. ഈ ഒരു സ്ട്രൈപ്പ് വർക്ക് ആട്ടോ ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. സോ ഇതാണ് നമ്മുടെ സാരി ലുക്ക്. ഗോൾഡൻ സ്ട്രൈപ്പ് വർക്ക് സാരിയിൽ ഫുൾ ഉള്ളത് കൊണ്ട് തന്നെ ഞാനൊരു ഹൈനെക്ക് ഗോൾഡൻ ബ്ലൗസ് വെച്ചാട്ടോ ഈ സാരി പെയർ ചെയ്തത്. സത്യം പറയാലോ, കിടിലൻ സാരി ആട്ടോ. ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഈ ഒരു സാരി എന്തുകൊണ്ടും പോത്തിട്ടാട്ടോ. കേരള സാരി നമുക്ക് എങ്ങനെ വേണം സ്റ്റൈൽ ചെയ്യാം, പക്ഷെ ഇതിൽ ഫുള്ള് ഗോൾഡൻ സ്ട്രൈപ്പ് വർക്ക് വരുന്നതുകൊണ്ടാട്ടോ ഞാൻ ഈ ഒരു ഗോൾഡൻ ബ്ലൗസ് വെച്ച് പെയർ ചെയ്തത്. പിന്നെ വെറൈറ്റി പിടിക്കാൻ കോൺട്രാസ്റ്റ് ബ്ലൗസ് ബെസ്റ്റ് ആയിരിക്കും. 2 സാരി എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഇതാണ് കുറച്ചും കൂടി എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നി. സോ നിങ്ങളുടെ ഫേവറേറ്റ് നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ ഈ സാരികളുടെ ലിങ്ക് വേണ്ടവരെ കമന്റ് ചെയ്താൽ ഞാൻ DM ചെയ്യാം കേട്ടോ. അപ്പൊ ബൈ.